മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പോലും പറയപ്പെട്ടിട്ടുള്ളത്, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള കഴുത മുസ്ലിമായാലും അദ്ദേഹം മുസ്ലിം ആവാൻ സാധ്യതല്ല. അത്രയും പോക്കിരിത്തരം, അങ്ങാടികളിലും എവിടെയും ആ തൻ്റെടവും ആ ഒരു ശൗര്യവും എല്ലാമാണ്. പക്ഷേ പിന്നീട് ആ മനസ്സ് മാറിയത് നോക്കൂ നിങ്ങൾ. അപ്പോൾ ഈ വിത്ത് അവിടെ ഉണ്ട്, പക്ഷെ അത് മുളയ്ക്കാനുള്ള മഴ വന്നിട്ടില്ലായിരുന്നു. ആ മഴയാണ് പരിശുദ്ധ ഖുർആൻ. അവിടെ നിന്നും പിന്നീട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഇസ്ലാം സ്വീകരിച്ച് നല്ല മനുഷ്യരെ കാണുന്നില്ലേ നിങ്ങൾ? മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ നല്ല മനുഷ്യന്മാർ, നല്ല സ്വഭാവം, നല്ല പെരുമാറ്റം, നല്ല ദാനധർമ്മം. എന്തു മനുഷ്യന്മാരാണ്! അങ്ങനെയുള്ളവർ ചരിത്രത്തിലെമ്പാടും കഴിഞ്ഞുപോയി, എന്നുമുണ്ട്. നാം ഒക്കെ അതിൽപ്പെട്ടതാണ് ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ നന്മകളൊക്കെ എങ്ങനെയാണ് നമ്മുടെ ഹൃദയങ്ങളിലുണ്ട്. അതൊക്കെ ഇതേപോലെ ഒരു നല്ല മഴ വർഷിച്ചാൽ ഉണ്ടായി വരുന്നതാണ്. ഇതില്ലെങ്കിൽ ഇതുണ്ടായി വരികയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ഒരുപാട് നന്മകളുണ്ട്, അള്ളാഹു സംവിധാനിച്ച നന്മകളുണ്ട്. അതിനപ്പുറത്ത് പാരമ്പര്യമായി ലഭിച്ച ഒരുപാട് നന്മകളുണ്ട്. ഈ നന്മകൾ പരിപോഷിപ്പിക്കപ്പെടണമെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ അങ്ങോട്ട് ചെല്ലണം, എന്നാലേ ഉണ്ടാവുള്ളൂ. അതിന് അറബികൾ സാക്ഷിയാണ്, ചരിത്രം സാക്ഷിയാണ്, വേദഗ്രന്ഥങ്ങളിലെ വചനങ്ങളും സാക്ഷ്യമാണ്. പക്ഷെ പലപ്പോഴും അത് നഷ്ടപ്പെടുന്നത് ഈ ഗ്രന്ഥവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിലെ കുറവ് കൊണ്ടാണ്.